ഹലോ ഡിയേഴ്സ്, ഒരുപാട് കാര്യം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രഭാശങ്കർ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അധികം പേരിലേക്ക് ഷെയർ ചെയ്യൂ, എന്നും സപ്പോർട്ട് ചെയ്യൂ. നമ്മുടെ ഇന്നത്തെ കാര്യം മുടി കൊഴിച്ചിലാണ്. മുടി കൊഴിച്ചിൽ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഒരു ആയുർവേദ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിൽ ഉള്ളതാണ്, പക്ഷേ ആയുർവേദത്തിലും അതിനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അഹല്യയിൽ അത് അവൈലബിളുമാണ്. പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആയുർവേദ മെഡിസിൻസ് മിക്സ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ മുടി പോയവർക്ക് വീണ്ടും വരാൻ റീഗ്രോ ആകാനുള്ള ചാൻസ് ഉണ്ട്. പ്ലസ് മുഖത്ത് കറുത്ത പാടുകൾ, പിന്നെ ഈ കുരുമാരി വന്നിട്ടുള്ള സാധനങ്ങൾ പോകാത്തത്, ബ്ലാക്ക് ആയിട്ട് വരുന്നത്, അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളുണ്ട്. പ്ലസ് സ്കിൻ ടാഗ്, അവിടെ പാലുണി പോലെ അങ്ങനെ വരുന്ന കാര്യങ്ങളും കട്ട് ചെയ്തിട്ടെടുക്കുന്ന ഒരു സംവിധാനം വീണ്ടും വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ആണോ അല്ലയോ എന്നുള്ളതും പോയി ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടർ അപ്പോയിൻറ്റ് ചോദിച്ചപ്പോൾ അവർ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അവിടെ വാക്സിൻ അവൈലബിൾ ആണ്. സ്പോട്ട് രജിസ്ട്രേഷനിൽ കോവിഡ് വാക്സിൻ, കോവിഷീൽഡ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും വാക്സിൻ എടുക്കാത്തവർ പോയി എടുക്കാൻ അതൊരു ഉപകാരമാവും. ഇപ്പോഴും വാക്സിൻ എടുക്കാൻ മടിക്കുന്നവരും വാക്സിൻ എടുത്തിട്ട് എന്താ കാര്യം, വാക്സിൻ എടുത്തവർക്കും കോവിഡ് വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് എടുക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവാതിരിക്കാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആൾക്കാർ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ അപകടം സംഭവിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് ലൈസൻസ് വേണ്ട, ഞാൻ റോഡിൽ ഓടാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് തന്നെ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിലും വാക്സിൻ എടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. മാസ്ക് ഇടണം, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാനിറ്റൈസിങ്, കൈ കഴുകുക, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തിട്ട് പോകേണ്ടത് ചെയ്യണം. ബാക്കി വാക്സിൻ്റെ സൈഡ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. ദൈവം വിട്ട വഴി, അത്രേ പറയാനുള്ളൂ. പക്ഷേ അത് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒന്ന് തമിഴ്നാട് പോകണമെങ്കിലും ഇപ്പോൾ 2 ഡോസ് വാക്സിൻ ഇട്ടിട്ടുണ്ടോ, 2 ഡോസ് വാക്സിൻ കഴിഞ്ഞ് 20 ദിവസം ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിടുന്നത്. അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് റിസൾട്ട് വേണം, 72 മണിക്കൂറിന് മുമ്പുള്ള റിസൾട്ട്, ഇൻ ബിറ്റ്വീനുള്ള റിസൾട്ട് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ മുടങ്ങും. എൻ്റെ ഫ്രണ്ട് എന്നെ ഒരു അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് വാക്സിൻ്റെ ഡേറ്റ് 2 ഡോസ് കഴിഞ്ഞ് പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ട് വിസ കിട്ടുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ സ്വയം രക്ഷിക്കുക. നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത മാതിരി നമ്മൾ അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യത, ഒരു സോഷ്യൽ അനിമൽ, നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. അപ്പോൾ അതുകൂടി മനസ്സിൽ കാണാൻ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നലെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിക്കും. വരും. ചെയ്യുന്ന കാര്യം PRP ട്രീറ്റ്മെൻറ്റ്. ഹെയർ ഫോളിനും സ്കിൻ ഡൾനെസ് മാറുന്നതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് അധികം പേർക്ക് എത്തിയിട്ടില്ല. ഇവിടെ ആ ട്രീറ്റ്മെൻ്റ് ഉള്ളതും അധികം അറിഞ്ഞിട്ടില്ല. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. വലിയൊരു ചിലവ് വരാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ഓൺലൈൻ എണ്ണ വാങ്ങിക്കേണ്ട ചിലവ് കൂടി അതിന് വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഗുണങ്ങൾ എന്താണ്, എത്ര എഫക്റ്റീവാണ് എന്ന് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്ദീപ്, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ശല്യതന്ത്ര എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ആൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളുടെ OPD-കളിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന 2 അസുഖങ്ങൾ ആണ് മുഖത്ത് കറുത്ത പാടുകൾ വരുന്നതും മുടി കൊഴിച്ചിലും.
അപ്പോൾ എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് ഒരു പ്രായം കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ മുടിക്ക് വേണ്ട ശരിയായ രീതിയിലുള്ള നറിഷ്മെൻറ്റ് കിട്ടാണ്ട് വരുന്ന സമയത്താണ് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ എങ്ങനെ നമ്മൾക്ക് തടയാം? അപ്പോൾ അതിന് ഒരുപാട് എണ്ണകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് പലരും തേക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതുമൂലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു പരിഹാരം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുടി കൊഴിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് മുടിയുടെ നറിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തരം നറിഷ്മെൻറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള മുടി കൊഴിച്ചിലുകളുണ്ട്. അതായത് നിങ്ങളുടെ പാച്ചി ഹെയർ ലോസ് എന്ന് പറയും. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വട്ടത്തിൽ ഹെയർ പോകുന്നതിന് പാച്ചി ഹെയർ ലോസ് എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഏജ് കഴിയുമ്പോൾ മെയിൽസിനാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും. അതായത് മെയിൽസിനാണെങ്കിൽ ആ മുടിയുടെ ഒരു പാറ്റേൺ വൈസ് ആ ഭാഗത്ത് മുടി കൊഴിയുന്നതിനാണ് നമ്മൾ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അസുഖങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് PRP എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമുക്ക് ആയുർവേദത്തിനകത്തുണ്ട്. പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പണ്ട് ഇതിനെ നമ്മൾ സ്ഥിരവ്യതം അല്ലെങ്കിൽ പ്രച്ഛാനം എന്നുള്ള കാറ്റഗറികളിലൊക്കെയാണ് സംസ്കൃതത്തിൽ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ തന്നെ മോഡേണൈസ്ഡ് പേരായിട്ടുള്ള PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നുള്ള ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് PRP എന്നാൽ നമ്മളുടെ ശരീരത്തിലുള്ള രക്തത്തെ എടുത്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഏത് സ്ഥലത്താണോ മുടിയുടെ കൊഴിച്ചിൽ വരുന്നത് ആ സ്ഥലങ്ങളിൽ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ PRP തെറാപ്പി എന്ന് പറയുന്നത്. ഇതേ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് നമ്മളുടെ മുഖത്ത് വരുന്ന കറുത്ത പാടുകളെയും ഡാർക്ക് സർക്കിൾസിനെയും മുഖത്ത് വരുന്ന കുഴികൾ, അതായത് സ്കാർസ് എന്ന് പറയും, മുഖക്കുരു വന്ന് അത് കുഴികളായിട്ട് പരിണമിക്കുന്നതിനെയും നമ്മൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും ഇതേ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടത് നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 സിറ്റിങ്സ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് 4ാമത്തെ 5ാമത്തെ സിറ്റിങ്ങിൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. വേറെ പെയിനുള്ള പ്രൊസീജിയേഴ്സും അല്ല. അതിൻ്റെ റിസൾട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏജ് വല്ലതും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇത്ര പ്രായമായവർക്ക് നീ മുടി നോക്കേണ്ട കാര്യമില്ല അല്ല അങ്ങനെ ഉണ്ടോ? അല്ല ചെറുപ്രായക്കാർക്കാണോ? ഇല്ല. മുടി കൊഴിച്ചിൽ ഏത് പ്രായത്തിലും നമുക്ക് വന്നു തുടങ്ങും. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ തന്നെയാണ്. അപ്പോൾ അത്തരം ന്യൂട്രീഷ്യസ് അല്ലാത്ത ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തരം മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ മെഡിസിൻസ്, ആയുർവേദിക് ഇൻറ്റേർണൽ മെഡിസിൻസ് വെച്ചിട്ട് നമ്മൾ അവരുടെ ന്യൂട്രീഷൻ ഡെപ്ലീഷൻ നമ്മൾ ശരിയാക്കുകയും അതിൻ്റെ കൂടെ തന്നെ PRP കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. പ്രായപരിധി ഉണ്ടോന്ന് ചോദിക്കുന്നത് 40 വയസ്സിന് ശേഷമുള്ളവർക്ക് ഒരു മുടി വരണമെന്ന് തോന്നി? ഇല്ല. ഇതിനകത്ത് നമ്മളുടെ മുടിക്കകത്ത് ഹെയർ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഹെയർ ഫോളിക്കിൾസ് തലയിൽ നിൽക്കുന്നിടത്തല്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് കാണും ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. അവിടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് വർക്ക് ആവില്ല. പക്ഷേ ഹെയർ ഫോളിക്കിൾസിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഇഞ്ചെക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് കൂടുകയും ചെയ്യും. അതിൻ്റെ നിയർ ബൈ ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റ് ആയിട്ട് അവിടെയും അതിൻ്റെ ഫുള്ളിങ്, അതായത് ആ ഹെയർസ് ഫുള്ളായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു പ്രായപരിധി പറയാനില്ല. അതൊരു 50-55 വയസ്സ് വരെയ്ക്ക് എന്തായാലും പുതിയ ഹെയർ ഫോളിക്കിൾസിൻ്റെ റീജനറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് റീജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ബുക്കിംഗ് ഉണ്ടോ? നമ്മൾ നേരത്തെ എങ്ങനെ വിളിച്ച് വേണ്ട. ഇവിടെ OP വന്ന് ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെയറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയതിന് ശേഷം ഓരോ പേഷ്യൻസിനും അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏത് കേസാണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ചില പേഷ്യൻസിന് ഇൻറ്റേർണൽ മെഡിസിൻസിൻ്റെ സപ്പോർട്ട് കൂടി വേണ്ടി വരും ചെയ്യേണ്ടത്. ചിലവർക്ക് അത് എക്സ്റ്റേണൽ ഈ PRP തെറാപ്പി മാത്രം വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് പോകാവുന്നതാണ്. അതും അഡ്മിഷൻ്റെ ആവശ്യമില്ല. വന്ന് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ബ്ലഡ് എടുത്ത് പ്ലേറ്റ്ലെറ്റ്സിന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഏത് ഏരിയയിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിടാവും. അഡ്മിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്കിൻ ഡാർക്ക്നെസ് റിമൂവലിലും സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിലും ഇതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചില ആഡഡ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരാം. അതായത് RF കോട്ടറി പോലത്തെ ഇപ്പോൾ ടാക്സ് അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് PRP ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാക്സിമം ഒരു 1 hour 1.5 hourനുള്ളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാവുന്നതാണ്. ഇത് അധികം കാലമായോ ട്രീറ്റ്മെന്റ്? ഇല്ല, ഇത് ഈ ടെക്നോളജി ഡെവലപ്പായി വന്നിട്ട് ഒരു 10 വർഷം 15 വർഷത്തിൻ്റെ പഴക്കം മാത്രമേ ഉള്ളൂ. മുമ്പ് ആയുർവേദത്തിൽ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നത് പ്രച്ഛാനം എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അതായത് നമ്മളുടെ ആയിരിക്കകത്ത് ബ്ലഡ് എടുത്ത് വീണ്ടും റീഇഞ്ചെക്ട് ചെയ്യുന്നതിന് പകരം ആ ഭാഗത്ത് ബ്ലഡ് കുത്തി പുറത്ത് കളയുന്നൊരു മെത്തേഡാണ് പണ്ട് ആയുർവേദത്തിൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾക്ക് പരിണാമം സംഭവിച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളുടെ വെയിനിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് വിഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റ്ലെറ്റ്സിന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന അതിനേക്കാൾ, അതായത് മുമ്പ് ചെയ്തിരുന്ന മെത്തേഡുകളെക്കാളും വേദന കുറഞ്ഞ മെത്തേഡാണ് PRP. അപ്പോൾ അതിനൊരു 10 to 15 വർഷത്തിൻ്റെ പഴക്കമുണ്ട്.
പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആർക്കും അതിന് പ്രായം ഇല്ല, അതേപോലെ ജെൻഡർ ഇല്ല, ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നത്. താരൻ എന്ന് പറയുന്നത് നമ്മളുടെ മുടിക്കകത്ത് വേണ്ട രീതിയിൽ വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ട് താരൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ന്യൂട്രീഷൻ്റെയും ഡിപ്ലീഷൻ കൊണ്ടും താരൻ ഉണ്ടാവുന്നത്. അത് തലയ്ക്കകത്തുള്ള ഒരു സ്കേപ്സ് ഫോം ചെയ്തിട്ട് അത് പറഞ്ഞു പോകുന്നതാണ് താരനായിട്ട് മാറുന്നത്. അതാണ് നിങ്ങൾ താരനായിട്ട് നിങ്ങൾ ചൊറിയുന്ന സമയത്ത് ഒരു പാളികൾ പോലെയാണ് ഇതിനെ കാണാൻ പറ്റുക, വെള്ളപ്പൊടികൾ. അത് ആക്ച്വലി അവിടെ ശരിയായ രീതിയിൽ ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ടാണ് ആ താരൻ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള താരൻ, അത് ഫംഗൽ അല്ലാത്തത് നോർമൽ, ഇത് രണ്ട് തരത്തിൽ താരൻ വരും. ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും വരാറുണ്ട്. അപ്പോൾ അതല്ല നോർമലായിട്ട് താരൻ വരുന്നത് ഈ ന്യൂട്രീഷൻ ഡിപ്ലീഷൻ കാരണം കൊണ്ടുവരുന്ന താരൻ. ആ താരനെ നമുക്ക് മാറ്റാനായിട്ടും ഈ PRP കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഡാർക്ക്നെസ് റിമൂവൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്കത് പറയാം? നിങ്ങൾക്ക് അതിനെത്ര സിറ്റിങ്സ് വേണ്ടി വരും? ഓക്കെ, അതിന് പേഷ്യൻറ്റിൻ്റെ സ്കിന്നിനനുസരിച്ച് അതിന് ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ചില പേഷ്യൻസ് ഇപ്പോൾ വളരെ ആക്റ്റീവ് റിയാക്റ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 3-4 സിറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാം. ചിലർ റിയാക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് 6-7 സിറ്റിങ്സിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡെർമാ റോളിംഗ് എന്നൊക്കെ പറഞ്ഞ വേറെ കുറച്ച് ടെക്നോളജികളുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണ്ടി വരും ഇത് ചെയ്യാനായിട്ട്. ഇവിടെ അവൈലബിൾ ആണ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ എല്ലാത്തിനും അവൈലബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി. മൂപ്പരുടെ വിലപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ മൂപ്പറിനോട് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് ആണെങ്കിലും കാര്യങ്ങൾ അറിയാനെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവരത് ഉപകരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും, നിങ്ങളെ ചേർന്നവർക്കും ഇതിൻ്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും. അവരിലൊക്കെ എത്തിക്കുക. അപ്പോൾ നന്ദി ഡോക്ടർ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാര്യം ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം പേരിലേക്ക് ഷെയർ ചെയ്യാൻ, ആവശ്യക്കാരിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.